എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുരുമുളക് രസമാണ്. ആദ്യമായി ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം അതിലേക്ക് നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി ആഡ് ചെയ്ത് വെക്കുക. ഇനി രസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1/2 ടീസ്പൂൺ കായപ്പൊടി, ഏറ്റവും അവസാനം ചേർക്കുന്നതിനായി മല്ലിയില എന്നിവ തയ്യാറാക്കി വയ്ക്കുക. രസമുണ്ടാക്കാൻ ആവശ്യമായ പാത്രം എടുത്തതിന് ശേഷം നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളംപുളി ചേർക്കുക. ഇൻഗ്രീഡിയൻസിൽ കായപ്പൊടിയും മല്ലിയിലയും ഒഴികെയുള്ളവ ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 3 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ രസമുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അടുപ്പിൽ വെച്ച് തിളച്ചതിന് ശേഷം രസത്തിലേക്ക് 1/2 ടീസ്പൂൺ കായം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നത് ചേർക്കുക. 2 മിനിറ്റ് നേരം രസം തിളയ്ക്കാൻ അനുവദിക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കുക. പനി, ജലദോഷം എന്നിവ വരുമ്പോൾ ഈ രസം വളരെ ഉപകാരപ്രദമാണ്. നന്നായി തിളച്ച് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ചേർക്കുക. രസം തയ്യാറായിട്ടുണ്ട്. ഇനി രസം താളിക്കുന്നതിനായി ഒരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽമുളക് നടു പൊട്ടിച്ചത്, ഒരു തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് ഇളക്കി രസത്തിലേക്ക് ആഡ് ചെയ്യുക. കുരുമുളക് രസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.